ഹായ് ഫ്രണ്ട്, സാലൂസ് വേൾഡിൻ്റെ പുതിയൊരു കൃഷി വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ എല്ലാത്തരം ചെടികൾക്കായാലും പൂച്ചെടികൾക്കായാലും പച്ചക്കറി ചെടികൾക്കായാലും കൊടുക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി വളത്തെക്കുറിച്ചാണ് കേട്ടോ ഇന്ന് കാണിക്കുന്നത്. അത് മറ്റൊന്നുമല്ല, നമ്മുടെ വീട്ടിൽ തന്നെ ഉള്ള സാധനങ്ങൾ വെച്ച് നമുക്ക് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയ നല്ലൊരു കിടിലൻ വളമാണ് കേട്ടോ. അതിനായിട്ട് നമുക്ക് ആദ്യം തന്നെ വേണ്ടത് കഞ്ഞിവെള്ളമാണ്. 1 ലിറ്റർ കഞ്ഞിവെള്ളമാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഇതൊരു ബക്കറ്റിലോട്ട് ഇതുപോലെ ഒഴിച്ച് വെച്ചു. ഇനി നമുക്ക് വേണ്ടത് ചാരമാണ്. വിറക് കത്തിച്ച ചാരമാണ് കേട്ടോ ഞാനിവിടെ എടുത്തിട്ടുള്ളത്. 1 പിടിയോളം ചാരം ഞാൻ ഇതിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നല്ലപോലെ കഞ്ഞിവെള്ളത്തിൽ മിക്സാക്കി കൊടുത്തു. പിന്നെ നമുക്ക് വേണ്ടത് പച്ചക്കറിയുടെ വേസ്റ്റ് ഉണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി, നിർബന്ധമില്ല. ഇതിൽ ഉള്ളിത്തോല്, ഉരുളക്കിഴങ്ങിൻ്റെ തോല്, മുട്ടയുടെ തോടൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതും കൂടെ ഞാൻ ഇതിലോട്ട് ഇട്ട് വെക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കിതൊരു 3-4 ദിവസം നല്ലപോലെ പുളിപ്പിക്കാനായിട്ട് വെക്കണം. അപ്പോൾ നമുക്കിതൊരു 3 ദിവസം വെച്ചതിന് ശേഷം എടുക്കാം. 3 ദിവസത്തിന് ശേഷം നമുക്കിത് എടുത്ത് നോക്കാം. നല്ല പോലെ ഈ പച്ചക്കറിയുടെ വേസ്റ്റും ചാരമൊക്കെ ഈ കഞ്ഞിവെള്ളത്തിൽ ലയിച്ച് ചേർന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ പച്ചക്കറിയുടെ വേസ്റ്റൊക്കെ ഉണ്ടല്ലോ, ഒന്നും കൂടി നല്ലപോലെ കൈ വെച്ച് നമ്മൾ നല്ല പോലെ അതിനെ ഒന്ന് ലയിപ്പിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമുക്ക് ആ വേസ്റ്റ് അതിൽ നിന്ന് വാരിയെടുക്കുകയാണ് കേട്ടോ. ഈ പച്ചക്കറിയുടെ വേസ്റ്റ് അതിൽ നിന്ന് വാരാതെ നമ്മൾ ചെടികളൊക്കെ ഒഴിച്ച് കൊടുക്കുമ്പോൾ കീടങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ആ വേസ്റ്റ് എടുത്തു. അപ്പോൾ ഈ വേസ്റ്റ് നമുക്ക് ചെടികൾക്ക് തന്നെ ഇട്ട് കൊടുക്കാം. അത് എങ്ങനെയാണെന്ന് ഞാൻ ലാസ്റ്റ് കാണിച്ചു തരാം. അപ്പോൾ ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നേരിട്ട് കൊണ്ടുപോയി ചെടികളുടെ ചുവട്ടിൽ ഒഴിച്ച് കൊടുക്കരുത്. ഒരു 10 ഇരട്ടി വെള്ളത്തിലോട്ട് ഇതിനെ നേർപ്പിച്ചെടുക്കണം. ഞാനിവിടെ ഒരു 10 ഇരട്ടി വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലോട്ട് ഈ ചാരവും കഞ്ഞിവെള്ളവും എല്ലാം ചേർന്ന ഈ മിക്സ് ചേർത്ത് നല്ലപോലെ ലയിപ്പിച്ചതിന് ശേഷം നമുക്കിത് എല്ലാത്തരം ചെടികൾക്കും പൂച്ചെടികൾക്കും പച്ചക്കറി ചെടികൾക്കും ഇത് ഒഴിച്ച് കൊടുക്കാം. ചെടികൾക്കൊക്കെ ഒഴിച്ച് കൊടുക്കുമ്പോൾ ചെറുതായിട്ട് മണ്ണൊക്കെ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഒഴിച്ച് കൊടുത്താൽ നല്ല രീതിയിൽ തന്നെ വേരുകൾ വലിച്ചെടുത്തോളൂ. ആഴ്ചയിൽ 1 ദിവസം ഇതുപോലെ ഒഴിച്ച് കൊടുത്തു കഴിഞ്ഞാൽ മുളക്, പയറ്, വെണ്ടയ്ക്ക ഇഷ്ടം പോലെ ഉണ്ടാവും കേട്ടോ. തക്കാളി ചെടികൾക്ക് ഒഴിച്ച് കൊടുക്കാം, പയറിന് ഒഴിച്ച് കൊടുക്കാം, അതുപോലെ വഴുതന ചെടികൾക്ക് ഒഴിച്ച് കൊടുക്കാം. എല്ലാത്തരം പൂച്ചെടികൾക്കും പച്ചക്കറി ചെടികൾക്കും ഇത് ഒഴിച്ച് കൊടുക്കാം. ചീരക്ക് മാത്രം ഇത് ഒഴിച്ച് കൊടുക്കേണ്ട. ചാരം ഇട്ടത് കൊണ്ട് ചീര പെട്ടെന്ന് പൂത്തുപോകും. അപ്പോൾ ഇത് കണ്ടോ, ഞാനിവിടെ നട്ട തക്കാളി ചെടിയൊക്കെ പൂത്തതാ കായൊക്കെ പിടിച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇതിലൊക്കെ നമ്മൾ തക്കാളി ചെടികൾക്കും ഇത് ഒഴിച്ച് കൊടുക്കാം. ആഴ്ചയിൽ 1 ദിവസം എല്ലാത്തരം ചെടികൾക്കും ഇത് ഒഴിച്ച് കൊടുക്കാറുണ്ട്. മുളകിന് ഏറ്റവും നല്ലതാണ് കേട്ടോ. അത് നല്ല രീതിയിൽ തന്നെ മുളക് കായ്ക്കുവാൻ ഇത് ഒത്തിരി നല്ലതാണ്. വഴുതന ചെടികൾക്കായാലും വെണ്ടക്കായാലും പയറിനൊക്കെ അത് ഒത്തിരി നല്ലതാണ് കേട്ടോ. അപ്പോൾ ആഴ്ചയിൽ 1 ദിവസം ഇതുപോലെയൊക്കെ ചെയ്ത് കൊടുക്കുക. നല്ല രീതിയിൽ തന്നെ നമുക്ക് അതിൽ നിന്നൊക്കെ വിളവെടുക്കാനായിട്ട് സാധിക്കും. ഇതിലൊക്കെ കണ്ട് ഇഷ്ടംപോലെ മുളകാട്ടോ ഉണ്ടായിട്ടുള്ളത്. ഈ ഇലമേൽ കാണുന്ന വെള്ളപ്പുള്ളി ഒന്നും രോഗങ്ങളല്ല കേട്ടോ. നമ്മൾ സ്യൂഡോമോണസ് ലാനി സ്പ്രേ ചെയ്ത് കൊടുത്തതാണ്. പ്രതിരോധശേഷിയോടുകൂടി വളരുവാനും വാട്ടരോഗമൊന്നും ഇല്ലാതിരിക്കാൻ ആഴ്ചയിൽ 10 ദിവസം കൂടുമ്പോൾ സ്യൂഡോമോണസ് ചുവട്ടിലും ഒഴിച്ച് കൊടുക്കുക. അതുപോലെ ഇലകളിലൊക്കെ തളിച്ച് കൊടുത്ത് കഴിഞ്ഞാൽ നല്ല രീതിയിൽ തന്നെ നമുക്ക് അതിൽ നിന്നൊക്കെ വിളവെടുക്കാനായിട്ട് സാധിക്കും. ഇതിലൊന്നും ഇപ്പോൾ മുരുടിപ്പോ ഒന്നും തന്നെ ഇല്ല കേട്ടോ. ഞാനിതൊക്കെ സിമെൻറ്റിൻ്റെ ചാക്കിലാണ് നട്ട് കൊടുത്തിട്ടുള്ളത്. ഗ്രോ ബാഗ് ഇല്ല എന്ന് വെച്ചാൽ ആരും കൃഷി ചെയ്യാതിരിക്കേണ്ട. ഇതുപോലുള്ള സിമെൻറ്റിൻ്റെ ചാക്കൊക്കെ കിട്ടിയാൽ അതിലൊക്കെ നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമുള്ള പച്ചക്കറികളൊക്കെ നട്ടുപിടിപ്പിക്കാം. അപ്പോൾ നമ്മൾ അരിച്ചെടുത്ത ഈ വേസ്റ്റ് ഉണ്ടല്ലോ, ഈ പച്ചക്കറിയുടെ വേസ്റ്റ്, അത് നമുക്ക് ഇതുപോലെ മണ്ണൊന്ന് നീക്കിയതിന് ശേഷം അതിങ്ങനെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിലോട്ട് വീണ്ടും മണ്ണിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതവിടെ കിടന്ന് വളമായി നമ്മുടെ ചെടികൾക്ക് തന്നെ നല്ലൊരു വളമായി മാറുകയും ചെയ്യും. ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല രീതിയിൽ തന്നെ നമുക്ക് പച്ചമുളകായാലും പയറായാലും ഒക്കെ ഇഷ്ടംപോലെ വിളവെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ എല്ലാവരും ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഒന്നും വെറുതെ കളയണ്ട. നമ്മുടെ ചെടികൾക്കും പച്ചക്കറികൾക്കും വേണ്ട വളങ്ങൾ നമ്മുടെ വീട്ടിൽ തന്നെയുണ്ട്. അപ്പോൾ അതെല്ലാവരും ഉപയോഗിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ വീണ്ടും കാണാം.